എനിക്ക് നമ്മുടെ സീറോ മലബാർ സഭയെക്കുറിച്ചും നമ്മുടെ സുറിയാനി കത്തോലിക്ക സമൂഹത്തെക്കുറിച്ചുമെല്ലാം വലിയ അഭിമാനമുള്ള ഒരു മനുഷ്യനാണ്. കാരണം ഞാൻ ചിന്തിക്കാറുണ്ട്, നമുക്ക് ഇത്രയും പൗരസ്ത്യ സഭകളൊക്കെ ഉണ്ട് കത്തോലിക്ക കൂട്ടായ്മയിൽ. പക്ഷേ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ നോക്കിയാൽ ലോകത്തെമ്പാടും ഇത്രയും സാന്നിധ്യം അറിയിച്ച ഒരു പൗരസ്ത്യ സഭ വേറെയില്ല, സീറോ മലബാർ സഭ പോലെ. നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെ എല്ലാം മെത്രാന്മാരും ഒക്കെ വളരെ അത്ഭുതപൂർവ്വം നമ്മുടെ ദൈവവിളികളെക്കുറിച്ച്, നമ്മുടെ സഭകളെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കാറുണ്ട്. കാരണം അവിടെ എല്ലാം നമ്മുടെ വൈദികരുണ്ട്. അങ്ങനെ ലോകമെമ്പാടും ഈ സുറിയാനി കത്തോലിക്ക സഭയുടെ സാന്നിധ്യം അറിയിക്കുന്നതിൽ, നമ്മുടെ ആ ഒരു വലിയ തീഷ്ണമായ സുവിശേഷവൽക്കരണത്തിൻ്റെ ചൈതന്യം എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച സന്യാസ സഭയാണ് CMI സഭയെന്ന് പറയാൻ വലിയ സന്തോഷമുണ്ട്. അതല്ലെങ്കിൽ കേരളത്തിൽ ഒരു കുറേ ജില്ലകളിലേക്ക് മാത്രമായി ഒതുക്കപ്പെടേണ്ടിയിരുന്ന ഒരു സഭ വളരെ മുമ്പ് തന്നെ CMI വൈദികർ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി അവിടെയൊക്കെ സ്ഥാപനങ്ങൾ ആരംഭിച്ച് അവിടെ എല്ലാം നമ്മുടെ സാന്നിധ്യമായിട്ട് മാറി. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ചെന്നാലും നമ്മുടെ അച്ഛന്മാരാണ് അവിടെ. ക്രൈസ്റ്റിലാണെങ്കിലും ക്രിസ്തു ജയന്തിയിലാണെങ്കിലും അവിടുത്തെ വിവിധ സ്കൂളുകളിൽ, അതുപോലെ ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിൽ ചെന്നാൽ CMI സഭയുടെ സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും. അവിടെ എല്ലാം നമുക്ക് അഭിമാനപൂർവ്വം കയറി ചെല്ലാൻ പറ്റും. കാരണം നമ്മുടെ സഭയുടെ മക്കളാണ്. ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും ഒക്കെയുള്ള ഇടങ്ങളിൽ മിഷനറി ചൈതന്യവുമായിട്ട് നമ്മുടെ സഭാംഗങ്ങളുണ്ട്. അത് ഈ സഭയുടെ ഒരു വലിയ ഊർജമാണ്. നമ്മൾ പലപ്പോഴും അതിൻ്റെ കുറവുകളും നമ്മുടെ ഇടയിലെ ഭിന്നതകളും വഴക്കുകളും ഒക്കെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ എല്ലാ ഇടയ്ക്കും ഈ സഭയുടെ ഉള്ളിലുള്ള ഈ ഊർജം അത് പ്രസരിപ്പിക്കപ്പെടുകയാണ് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്.